ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ജനുവരി 14 കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പറാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഒരു പേജ് ഫുൾ KSG എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുൾ പരസ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഡൽഹിയിലെ കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഡൽഹിയിൽ സ്കൂൾസ് റീ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ്. ക്ലാസ് 10ഉം 12 സ്റ്റുഡൻസും ജനുവരി 18 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ സംഭവങ്ങളാണ്. സ്കൂൾ റെഡിനെസ് എന്തൊക്കെയാണ്, ഹെൽത്ത് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിൽ ഇങ്ങനെ ചെയ്യും, എത്തിക്സിലൊക്കെ ചോദിക്കാം, അതുപോലെ ഗവേണൻസിലൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കോളം മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഡൽഹി കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത് സെക്സ് സെലക്റ്റീവ് സർജറീസ് ബാൻ ചെയ്യുക ആൻഡ് ഇൻ്റർസെക്സ് ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രനെ വരുമ്പോൾ അവർക്ക് അതനുസരിച്ച് സെക്സ് സെലക്റ്റീവ് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫേക്ക് കോൾസ് അത് വേണ്ട, ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗവൺമെൻറ് ലോഞ്ചസ് 5th സീറോ സർവേ വാക്സിനേഷൻ സൈറ്റ്സ് കട്ട് ഫ്രം 89 to 75. ഇത് ന്യൂഡൽഹിയുടെ കാര്യമാണ്, നമുക്കത്ര ആവശ്യമില്ല. അത് ഗവൺമെൻറ് ലോഞ്ചസ് 5th സീറോ സർവേ, ഡൽഹി ഗവൺമെൻറ്റിൻ്റെയാണ്, ഇതും ഡൽഹിയുടെ കാര്യമാണ്. പിന്നെ പോൾട്രിയുടെ ഇഷ്യൂ അറിയാമല്ലോ, ബേർഡ് ഫ്ലൂ വന്നതുകൊണ്ടാണ്. പക്ഷെ ഇതുവരെ ബേർഡിൽ നിന്നും മനുഷ്യർക്ക് അങ്ങനെ ഫ്ലൂ വന്നതായിട്ട് കാര്യമില്ല. കാരണം ബേർഡിനെ നമ്മളൊരു 75 ഡിഗ്രി സെൽഷ്യസ് എബോവ് ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ആ വൈറസ് അങ്ങ് നശിക്കും. ഓക്കെ, ബേർഡ് ഫ്ലൂ വരുന്നത്. NDMC ബഡ്ജറ്റ് പ്രപ്പോസസ് ന്യൂ ടാക്സ്, ഇത് നമ്മുടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കാര്യമാണ്. Supreme Court takes cognizance of contamination of rivers. Quality of water affects public health. അപ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ത് എഫക്റ്റ് ചെയ്യാണ്, പബ്ലിക് ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യാണ്. അത് എഫക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ടു ലൈഫിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നേ പല കേസസിലും സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ദാറ്റ് ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന എന്ത് കാര്യം വന്നാലും അത് റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷനായിട്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത് സുവോമോട്ടോയാണ് കോടതി കേസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഒരുപാട് പ്രശ്നം വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും. അതാണ് യമുന ഗംഗയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഹരിയാനേനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, യമുനേനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്തത്, കാരണം അത്ര നമ്മൾ എപ്പോഴും കാണുന്നതാണ്. സോ വി നോ സം പോയിൻറ്റ്സ് ടു റൈറ്റ് ഇൻ എക്സാമിനേഷൻ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളിതെല്ലാം ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ വി വിൽ നെവർ ഓർത്തിരിക്കില്ല. അപ്പോൾ സോ ചുമ്മാ അത് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് എന്താ സംഭവം അറിഞ്ഞിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ടാവും, ആ സംഭവങ്ങൾ വായിക്കാം. പാനൽ ടു ഐഡൻറ്റിഫൈ ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ഇല്ലീഗൽ മൈഗ്രൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ ആസാം പോൾസ് വരുന്നതനുസരിച്ചിട്ട് ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പാനൽ ഓൾറെഡി ആസാമിൽ ഇഷ്യൂ ആണ് അല്ലേ, അപ്പോൾ ബോർഡർ ഇഷ്യൂസാണ്. അപ്പോൾ ആ ഇഷ്യൂസിൻ്റെ പുറത്ത് ഇതും കൂടെ വരികയാണ്. അപ്പോൾ മോർ ഇഷ്യൂസ് വിൽ ബി കമ്മിങ്. അപ്പോൾ ബോർഡർ വിങ് ഓഫ് ആസാം പോലീസ് ഹാസ് ഫോംഡ് 5-member പാനൽ ഫോർ ടേക്കിംഗ് ഇമ്മീഡിയറ്റ് ആൻഡ് proactive steps to identify the intermediaries, facilitators or collaborators of illegal migrants. So illegal migrants ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് വന്ന് ചെയ്യാതിരിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാനൽ വെച്ചേക്കുന്നത്. അടുത്തത് United Law Liberal Front of Assam Independent ULFAI has demanded a due share from oil firm. അതായത് നമ്മുടെ ഓയിൽ ഫേമിൻ്റെ one of the 2 employees has been abducted from an oil drilling site in അരുണാചൽ പ്രദേശ്. അപ്പോൾ പുള്ളി ഒരു വിക്റ്റിമാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പുള്ളി ഒരു വിക്റ്റിം ആയിരിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. NIA court allows 5 books a month to Sudha Bharadwaj. സോ സുധാ ഭരദ്വാജിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എന്താ സംഭവം എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അതും വലിയ ഇഷ്യൂസും അല്ല. രാജസ്ഥാൻ ഗെറ്റ്സ് ഫസ്റ്റ് വാക്സിൻ കൺസൈൻമെൻറ്റ്, സോ ഫസ്റ്റ് ബാച്ച് 2,000 ഡോസ് കിട്ടിയിട്ടുണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് മാത്രം ജസ്റ്റ് നല്ലോണം വായിക്കാം, അല്ലാതെ ജസ്റ്റ് ഹെഡിങ്സും ജസ്റ്റ് സംഭവങ്ങൾ മാത്രം വായിച്ചാൽ പോവാം. നാവി മുംബൈ വിറ്റ്നസ് 60% ഡിപ്പ് ഇൻ നാർക്കോട്ടിക്സ് കേസ് ഇൻ 2020. ഇതേപോലത്തെതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂൾസ്, കോളേജസ്, പബ്സ് ഇതൊക്കെ അടഞ്ഞിരിക്കുകയാണ് കൊറോണ കാരണം. സോ അതുകൊണ്ട് ആണ് നാർക്കോട്ടിക്സ് കേസസിൻ്റെ സംഭവം കുറഞ്ഞത്.
60% ഡിപ്പാണ്. ആലോചിച്ച് നോക്കുക, 60%. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് എമൗണ്ട്, റൈറ്റ്? അപ്പോൾ 153 കേസസാണ് 2019 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 61 കേസായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത കേസിന് ഒന്നിൽ എന്താണ് അർത്ഥം? ഒന്നിൽ രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നിൽ കേസൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഉള്ള കാര്യം. അതായത് അത്രയും കേസസ് നമുക്ക് അവർ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഏതൊക്കെ വഴികളെ വരുന്നത് കണ്ടെത്താൻ പറ്റില്ല, നാർക്കോട്ടിക്സ് അല്ലേ. സോ അതാണ് ഒരു ഇഷ്യൂ. സോ അപ്പോൾ ഈ ഒരു 60% ഡിപ്പ് വന്നിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് മാത്രം ഓർക്കുക. ഇതിൽ വേറെ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പേഴ്സ് നിങ്ങൾ ഓർക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അക്കോർഡിംഗ് ടു വിച്ച് കേസസ് ആൻറ്റി നാർക്കോട്ടിക്സ് അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് കേസ് സ്റ്റഡി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു സെൻറ്റൻസ് ഒക്കെ കേസ് സ്റ്റഡി നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എഡിറ്റോറിയൽ സെക്ഷനാണ്. എഡിറ്റോറിയൽ സെക്ഷൻ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ UN സെക്യൂരിറ്റി കൗൺസിലിൽ നമ്മുടെ ജയശങ്കർ, അറിയാമല്ലോ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ജയശങ്കർ നടത്തിയ ഒരു പ്രസംഗത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 20 വർഷമായി ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ടെററിസത്തിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ഒരു ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് എടുത്തിട്ട് 20 വർഷം തികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ പുള്ളിക്കാരൻ നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത്, ടെററിസത്തിന് എഗെയിൻസ്റ്റായിട്ട് നമ്മളൊരു മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ് നമ്മൾ ഒരുമിച്ച് വേണം എടുക്കാൻ. അതായത് ഒരുമിച്ച് ഒരുപാട് കൺട്രീസായിട്ട് ഒരുമിച്ച് ചേർന്ന് വേണം നമ്മൾ എടുക്കാൻ. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് അതിലൊരു എൻഡിങ് കൊണ്ടുവരാൻ പറ്റൂ. കാരണം ടെററിസം എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിൻ്റെ ശത്രുവാണ്. സോ അത് എല്ലാ കൺട്രീസിനും ശത്രുവായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കൺട്രീസും ഒരുമിച്ച് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്റ്റോർഷനും മണി ലോണ്ടറിങ്ങും ഡ്രഗ്സും വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ്ങും മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഉള്ള ഡിജിറ്റൽ സെക്യൂരിറ്റിയുള്ള ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അവിടുത്തെ അനോണിമിറ്റി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ ഫൈനാൻസസ് ആക്സസ് ചെയ്യാൻ വേണ്ടി, അതുവരെ നമ്മൾ കണ്ടെത്തണം. അതിന് നമ്മൾ ഒരുപാട് രീതിയിൽ അതിന് നമ്മൾ ചേർത്ത് നിൽക്കണം എന്നാണ് പുതുക്കാരൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, പാകിസ്ഥാനെ റെഫർ ചെയ്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, UN-ഉം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും തമ്മിലുള്ള ആക്ഷൻസ് ലിങ്ക് ചെയ്തിട്ട് അങ്ങ് വെച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും സേഫ് ഹെവൻസും ആയിട്ടുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട്. അവിടെ ക്രിമിനൽസിനും ടെററിസ്റ്റിനും കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഏഷ്യ പസഫിക് ജോയിൻറ്റ് ഗ്രൂപ്പിലെ ഒരു മീറ്റിങ്ങിൽ FATF-ൻ്റെ സ്റ്റാറ്റസ് പാകിസ്ഥാൻ ഇപ്പോൾ ഗ്രേ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതിനെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആക്കണോ വേണ്ടയോ എന്നുള്ള ഒരു മീറ്റിംഗ് ഈ ആഴ്ച നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അവസാനമായിട്ട് പുള്ളി പറഞ്ഞത്, കൺട്രീസ് അവരുടെ പൊളിറ്റിക്കലും റിലീജിയസ് അഫിനിറ്റീസിനെയും വെച്ചുകൊണ്ട് ഒരു ടെററിസം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരിക്കലും എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് UNSC എന്ത് ചെയ്യണം, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ അതനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ബ്രോഡ് മെസ്സേജ് ഇവിടെ എന്ന് വെച്ചാൽ ചൈനയ്ക്കായിരുന്നു. കാരണം ചൈന ഓഫൻ ബ്ലോക്ക്ഡ് ഇന്ത്യാസ് എഫേർട്സ് ടു ഡെസിഗ്നേറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് UNSC നമ്മളിപ്പോൾ ഇന്ന ആളിനെ നമ്മളിപ്പോൾ മഹമ്മൂദ് അസർ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ നമ്മൾ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ എതിർക്കുന്ന ഒരാൾ ചൈനയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടർക്കി, മലേഷ്യയാണ്. അപ്പോൾ ഈ ടർക്കിയും മലേഷ്യയും ചൈനയാണ് നമ്മൾ പാകിസ്ഥാനെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടാതെ FATF-ൻ്റെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി ബ്ലാക്ക് ലിസ്റ്റിൽ പെടാതെ പാകിസ്ഥാനെ സംരക്ഷിക്കുന്ന 3 കൺട്രീസാണ് ചൈന, ടർക്കി ആൻഡ് മലേഷ്യ. അപ്പോൾ മിസ്റ്റർ ജയശങ്കർ വാസ് മെന്റ് ഫോർ ഗ്ലോബൽ സ്ട്രഗിൾ. അതായത് നമ്മൾ ടെററിസമായിട്ട് 2001 മുതൽ നമ്മൾ സ്ട്രഗിൾ ഗ്ലോബലായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിൽ നമ്മളുണ്ടെങ്കിലും ഇന്ത്യയുടെ പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ക്രോസ് ബോർഡർ ടെററിസമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, FATF-ൻ്റെ നെക്സ്റ്റ് മന്തിലുള്ള പ്ലീനറി മീറ്റിങ്ങിൽ നമ്മൾ ഈ ഒരു ഡിസിഷൻ പറയുന്നത്. പാകിസ്ഥാൻ്റെ റീസെൻ്റ് ആക്ഷൻസ്, അതായത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സക്കീർ ഉൽ റഹ്മാൻ ലഖ്വി ആൻഡ് ഹഫീസ് സാഹിദ്, ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ JEM ചീഫായ മസൂദ് അസറിനെയും എന്ത് ചെയ്തു, വാറൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് കേസിലാണ്, ടെറർ ഫൈനാൻസിങ്ങിൻ്റെ കേസിലാണ്. അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്തതും വാറൻറ്റ് കൊടുത്തതിൻ്റെയൊക്കെ റീസൺ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഗ്രേ ലിസ്റ്റിൽ തന്നെ ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളയുമല്ലോ എന്നൊരു ഇതിൽ മാത്രം. പക്ഷേ അങ്ങനെ പറ്റില്ല. കാരണം UN സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലും FATF-ഉം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ടെററിസം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റൂ. സോ പുള്ളിക്കാരൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ കൂടെ നമ്മൾ പാകിസ്ഥാനെ വാച്ച് ചെയ്യുന്ന മാത്രമല്ല, പാകിസ്ഥാനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു സംഭവത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, നമ്മൾ
ഒരു സംഭവം വിടാതെ പറഞ്ഞു. വൺ ഓഫ് ദി മോസ്റ്റ് സ്ട്രൈക്കിംഗ് തിങ് എന്ന് പറഞ്ഞാൽ UNSCയും FATFും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഞാനൊക്കെ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഞാൻ എഡിറ്റോറിയലൊന്നും എഴുതത്തില്ല. ബിക്കോസ് ഞാൻ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും കിടക്കും. അതായത് ഇപ്പോൾ 20 വർഷമായി 9/11 അറ്റാക്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഗ്ലോബലായിട്ടൊരു ടെററിസം വന്നത് 2001 തൊട്ടാണ്. അപ്പോൾ FATFിൻ്റെ ഒരു മീറ്റിംഗ് ഈ ഒരാഴ്ചയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ന്യൂസിൽ FATFിൻ്റെ മീറ്റിങ്ങും അതിൻ്റെ ബേസ് ചെയ്ത് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വരും. സോ അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ഇത് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഈക്വലൻ്റ് ടു നമ്മളൊരു സീരീസ് വായിക്കുന്ന പോലെയാണ്. ഒരു ദിവസം നമ്മൾ ടച്ച് വിട്ടുപോയാൽ ആ ഫുൾ സംഭവങ്ങളും പോകും. പിന്നെ ഒന്നേ നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്യുന്ന പോലെ ഫുൾ പത്രം വായിക്കേണ്ടി വരും. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? UNSCയും FATFും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ടെററിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുത്ത് കളയാൻ പറ്റൂ. സോ നെക്സ്റ്റ് തിങ്, ഫൈനൽ ബ്ലോ, ബൈഡൻ ഷുഡ് നോട്ട് ബി ഡിറ്റേർഡ് ബൈ ദ പോളിസി റിവേഴ്സൽ ഓൺ ക്യൂബ ബൈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് മുന്നത്തെ ഗവൺമെൻറ് ചെയ്ത ഒരുപാട് പോളിസീനെ അവർ റിവേഴ്സ് ചെയ്തു, ഇൻക്ലൂഡിങ് ഇറാനുമായിട്ടുള്ളത്, അതുപോലെ ചൈന ആയിട്ടുള്ളത്, ഇന്ത്യ ആയിട്ടുള്ളത്. സോ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് തിരിച്ചെന്ത് ചെയ്ത് മാറരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് ഇത് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ പോകുന്ന കാര്യമാണ്. നമ്മുടെ പ്രിലിംസ് ജൂണിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. ഫാം ലോസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആൻഡ് ഹോപ്പ്. So in the event of further judicial intervention, there are grounds and an opportunity for the government to revisit the laws. Okay. നമ്മൾ ഇന്നലെ പറഞ്ഞ സംഭവം തന്നെയാണ് വീണ്ടും നമ്മൾ വായിക്കുകയാണ്. ഇതാണ് നമ്മുടെ ന്യൂസിൽ നടക്കുന്ന സംഭവം. ഓക്കെ, അതായത് നമ്മൾ ഒരു സംഭവം വായിക്കുന്നു, അതിൻ്റെ ഓവർ വായിക്കുകയാണ്. സോ നമ്മളിത് എഴുതിയെടുക്കണം എന്നൊന്നുമില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ മൈൻഡ് കൊടുത്ത് വായിച്ചാൽ മാത്രം മതി. വേറെ ഇതിന് പ്രത്യേകിച്ചൊരു ഷോർട്ട് കട്ടൊന്നുമില്ല. ഓക്കെ, സോ ബി ഹാപ്പി വൈൽ റീഡിങ് ന്യൂസ് പേപ്പർ, ബിക്കോസ് നിങ്ങൾ ഒരുപാട് കാര്യം പഠിക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം ഇരുന്ന് പഠിക്കാൻ. സോ വിത്ത് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്റ്റേയിങ് ദി ഓപ്പറേഷൻ ഓഫ് ദ ഫാം ലോസ് ആൻഡ് സെറ്റിംഗ് അപ്പ് എ കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ടു നെഗോഷിയേറ്റ് വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് ദ ഫാമേഴ്സ്, agitation being carried on by the farmers is entering a new phase. So the farmers union have not reacted favorably to the formation of the experts committee. As it happens, the committee does not comprise entirely impartial experts. അതായത് ഇംപാർഷ്യൽ എക്സ്പേർട്സ് മാത്രമല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഇതാരെ എഴുതിയിരിക്കണം നോക്കട്ടെ. ഓക്കെ, PTD ആചാര്യ ഫോമർ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ലോക്സഭയിൽ. ഓക്കെ, സോ ഫോർ കണ്ടക്ടിങ് നെഗോഷിയേഷൻസ് വിത്ത് ബോത്ത് ദ ഗവൺമെൻറ് ആൻഡ് ദി ഫാമേഴ്സ്, നമ്മൾ ഇത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ആൻസറിൽ വരാൻ പാടില്ല. സോ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. സോ നമ്മൾ നെഗോഷിയേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫാമേഴ്സും തീരുമാനിച്ചിരിക്കുകയാണ്. സോ ആ രീതിയിലാണ് വരുന്നത്. ഫാമേഴ്സ് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അടുത്ത് ചോദിക്കാതെ ഒരു നിയമം ഇറക്കിയിട്ട് ഇനി അവരുടെ അടുത്ത് ചോദിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആരായാലും നല്ലൊരു മനുഷ്യനാണെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. Anyway, so it is not clear yet what impact the report of this committee will have on the final decision of Supreme Court on question of the constitutional validity of farm laws. അപ്പോൾ ഇതാണ് റിയൽ ഇഷ്യൂ. So whatever the experts committee recommends, the question of the constitutional validity of the farm laws can be decided only after a proper hearing by the Supreme Court. The most curious thing about the decision എന്ന് പറയുന്നത് ഈ ഒരു വാലിഡിറ്റി ഓഫ് ലോസിനെ അത് അപ്ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി. അതുപോലെ തന്നെ അഗിറ്റേഷൻസ് ഒരിക്കലും ഫാമേഴ്സിൻ്റെ ഡിമാൻഡിനെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അതായത് അഗിറ്റേഷൻ വിൽ നോട്ട് സ്റ്റോപ്പ് ബിക്കോസ് ദ ഫാമേഴ്സ് ഡിമാൻഡ് ഈസ് ഫോർ റിപ്പീൽ ഓഫ് ലോ. അതായത് നമ്മുടെ അഗിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തില്ല, കാരണം റോ റിപ്പീൽ ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഒരു പ്രോപ്പർ ഹിയറിംഗ് നടത്തിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി നടക്കുന്നത്. Okay, but the government of India seems to have taken a maximalist approach, particularly on the question of the repeal of farm laws. While the repeal of a law is a simply legislative act, having to repeal a law in which the government has invested a lot of its prestige is not so, especially for a government which is extremely proud of its numerical majority in Lok Sabha. സോ ലോക്സഭയിലുള്ള നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭയിൽ രാജ്യസഭയിൽ ഒരു ലോ ഇറങ്ങാൻ പെട്ടെന്ന് പാസ്സാവും അല്ലേ. സോ പാർലമെൻറ്റിൽ പെട്ടെന്ന് പാസ്സാവും. സോ അതിന് മെയിൻ റീസൺ ലോക്സഭയിൽ വളരെ രീതിയിൽ അവർക്ക് മെജോറിറ്റി ഉണ്ട്. സോ അത്രയും മെജോറിറ്റിയിൽ അവർ പാസ്സാക്കിയ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ലോസിനെ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ദേ വിൽ നെവർ റിപ്പീൽ ഇറ്റ്. സോ ദാറ്റ് ഈസ് ദി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. The constitutional validity എന്ന് പറയുന്നത് has been challenged in Supreme Court mainly on the ground that Parliament has no legislative competence to enact this law. പാർലമെൻറ്റിന് ഇങ്ങനെ ഒരു ലോ എനാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അഗ്രികൾച്ചർ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അവിടെ എങ്ങനെ പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യാൻ പറ്റും? അതാണ് ഏറ്റവും വലിയ ഇവിടെ വരുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ഇഷ്യൂ. പക്ഷേ നമുക്ക് ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ
ഒരുപാട് ഇതുണ്ട്. അതായത് ഇപ്പം സെൻറ്ററിന് നമ്മുടെ ഒരു യൂണിറ്ററി ഗവൺമെൻറ്റാണ്. സോ അതുകൊണ്ട് തന്നെ സെൻറ്ററിന് സ്റ്റേറ്റിൻ്റെ മേലെ ഒരുപാട് അധികാര പരിധിയുണ്ട്. സോ അതൊക്കെ വെച്ച് അവർക്ക് വേണമെങ്കിൽ കേസ് ജയിച്ചുകൊണ്ട് പോകാം ഈസി ആയിട്ട്. സോ ഇറ്റ്സ് എ യൂണിവേഴ്സലി അക്നോളജ് ഫാക്ട് ദറ്റ് വോട്ടിംഗ് ഓൺ ഫാം ബിൽസ് ഇൻ രാജ്യസഭ വാസ് നോട്ട് ഡൺ അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ഹൗസ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഹൗസ് അനുസരിച്ചിട്ടല്ല വോട്ടിംഗ് നടന്നത് രാജ്യസഭയിൽ. സോ അതുകൊണ്ട് വളരെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി ഹൗസ് ഹു വാസ് കണ്ടക്ടിങ് പ്രൊസീഡിംഗ് അറ്റ് ടൈം did not order division, although few members openly and loudly demand division ആഗ്രഹിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിട്ട് പോലും അവിടെ കൊടുത്തില്ല. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് there was disorder in house, but it could have been controlled and proper voting would have been conducted. ഒരു പ്രോപ്പർ വോട്ടിംഗ് നടന്നിട്ടില്ല. സോ അതൊന്ന് വന്നാത്ത ഇഷ്യൂസ്. അപ്പം ഇവിടെ വരുന്നത് വയലേഷൻസ് ഓഫ് റൂൾസ് ഓഫ് ഹൗസസ് ആണ് in passing of the bills by voice vote when there was a demand for division. ഒരു ഡിവിഷൻ ഡിമാൻഡ് ചെയ്ത സമയത്ത് അവിടെ അത് നോക്കാതെ അവർ ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ വോട്ട് ചെയ്യിപ്പിച്ചെടുത്തു. വോയിസ് വോട്ട് ഈസ് അൺറെക്കഗ്നൈസ്ഡ്. ആർട്ടിക്കിൾ 100 പറയുന്നത് വെച്ചാൽ ഓൾ സിറ്റിംഗ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു സിറ്റിങ്ങിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഏതർ മെജോറിറ്റി ഓഫ് ദ വോട്ട്സ് ഏതർ ഹൗസ് ഏതത് ലോക്സഭയിലും രാജ്യസഭയിലായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും ഡിസൈഡ് ചെയ്യേണ്ടത് വോട്ടിംഗ് ബൈ മെജോറിറ്റിയാണ്. അപ്പോൾ മെജോറിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് only by terms of number, and therefore what is the article requires that all questions in the house should be determined by recording the votes of the member present and voting. Majority cannot be determined through voice vote. ഒരു വോയിസ് വോട്ട് കൂടെ നമുക്ക് മെജോറിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഫാക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പോലും വോയിസ് വോട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഡിസിഷനായിട്ട് ഇവിടെ വരുന്ന കാര്യം, ഏറ്റവും ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ ഡിമാൻഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ അതായത് അവിടെ ഡിമാൻഡ് ചെയ്തിട്ട് പോലും ഒരു വോട്ടിംഗ് ഹൗസിൽ ഡിമാൻഡ് ചെയ്തിട്ട് പോലും ചെയർമാൻ എന്ത് ചെയ്യില്ല, അതൊന്നും ഓപ്ഷൻ കൊടുത്തില്ല, ഒരു ആക്ച്വൽ വോട്ടിംഗ് ഒന്നും കൊടുത്തില്ല. സോ സിൻസ് ദ വാസ് നോട്ട് ഡൺ, ബിൽ വാസ് ഓൾ പാസ് ബൈ ദി വോയിസ് വോട്ട്. ഇതാണ് റൂൾസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും വോയിഡ് ചെയ്യുന്ന കാര്യം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആർട്ടിക്കിൾ 122 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ഹൗസ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. അത് ഒന്നാമത്തെ കാര്യമാണ്. പക്ഷേ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറഗുലാരിറ്റി ഓഫ് ദി പ്രൊസീജിയറിന് മാത്രമേ വരുള്ളൂ. വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എ മിയർ ഇറഗുലാരിറ്റി ഓഫ് ദി പ്രൊസീജിയർ. വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തല്ല, പ്രൊസീജിയറിൻ്റെ ഇറഗുലാരിറ്റി അല്ല. അതുപോലെ തന്നെ സുപ്രീം കോടതി രാജ രാംപാൽ ഹേസ് ഹാസ് ക്ലാരിഫൈഡ് ദറ്റ് പ്രൊസീഡിങ്സ് ക്യാൻ ബി ചാലഞ്ച് ഓൺ സബ്സ്റ്റാൻഷ്യേറ്റീവ് ഗ്രൗണ്ട്സ് ലൈക്ക് വയലേറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കേസ് രാജ രാംപാൽസ് കേസാണ്. സോ ഈ കേസിലാണ് കോടതി പറഞ്ഞത് നമുക്ക് പ്രൊസീഡിങ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ എന്തെങ്കിലും ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതെന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫാം ബിൽസ് വിച്ച് വാസ് പാസ് ഇൻ രാജ്യസഭ ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 100 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഇതിനെ നമുക്ക് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഓപ്ഷൻസ് ഒക്കെയാണെന്ന് നോക്കുക. കോർട്ടിന് നമുക്ക് മൊത്തത്തിൽ ഹോൾ ലോസ് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാൻ, ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ബിക്കോസ് ആർട്ടിക്കിൾ 107 ഫുൾഫിൽ ചെയ്തില്ല. ആർട്ടിക്കിൾ 107 പറയുന്നതെന്ന് വെച്ചാൽ ബില്ല് ഷാൽ നോട്ട് ബി ഡീംഡ് ടു പാസ്ഡ് shall not be deemed to have passed unless it has been agreed by both houses. രണ്ട് ഹൗസും എഗ്രി ചെയ്യാതെ ഒരിക്കലും ഒരു ബില്ല് പാസ്സാവത്തില്ല. അതാണ് ആർട്ടിക്കിൾ 107 പറയുന്നത്. ആസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് അബൌവ് ദ ബിൽസ് ഹാവ് നോട്ട് ബീൻ ഇൻ ഫാക്ട് പാസ് ബൈ രാജ്യസഭ. ബിക്കോസ് മെജോറിറ്റി അവിടെ ഡിറ്റർമൈൻ ചെയ്യാതെ എങ്ങനെ രാജ്യസഭയിൽ അത് പാസ്സാവും, അത് ആർട്ടിക്കിൾ 100 ഡിറ്റർമൈൻ വെച്ചിട്ട് പറ്റില്ല. സോ ഇറ്റ് വിൽ മീൻ ദാറ്റ് 3 bills did not become law. അവിടെ 3 ബില്ലും ബില്ലായിട്ട് തന്നെ ഇരിക്കുന്നത് നിയമമായിട്ടില്ല. അതാണ് ആർട്ടിക്കിൾ 107 പ്രകാരം ഇത് നിയമമായിട്ടില്ല. സോ ദ കോർട്ട് മേ ഓൾസോ ഇൻവാലിഡ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി രാജ്യസഭ ആൻഡ് സെൻഡ് 3 acts ബാക്ക് ടു ദി ഹൗസ് ഫോർ ഫെർദർ പ്രൊസീഡിങ്സ്. അപ്പോൾ ഫെർദർ പ്രൊസീഡിങ്സ് തിരിച്ച് ഹൗസിലേക്ക് പോകുന്നതാണ് പറയുന്നത്, അങ്ങനെ ആവുകയാണെങ്കിൽ. സോ ദിസ് ക്യാൻ ബി ദെൻ ബി റെഫർ ടു സെലക്ട് കമ്മിറ്റി ഓഫ് ദി രാജ്യസഭ വിച്ച് ക്യാൻ ബി ഇൻവൈറ്റ് ഫാമേഴ്സ്. അപ്പോൾ സെലക്ട് കമ്മിറ്റി പോകുമ്പോൾ രാജ്യസഭയിൽ നിന്ന് പിന്നെ നമുക്ക് ഫാമേഴ്സിനെയൊക്കെ യൂസ് ചെയ്ത് ഫാമേഴ്സിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ ഗവൺമെൻറ്റും ഫേസിങ് വിർച്വലി ഈസ് എ നോ വിൻ സിറ്റുവേഷൻ. ഇഫ് വൺ on the hand government decide to withdraw the bills after these are sent back to Rajya Sabha on the ground of that was being fresh bill with adult purposes, will have that option too under the rules of house. അപ്പം ബില്ല് ഇനി രാജ്യസഭയിൽ വന്നിട്ട് പാസ്സാക്കണം തീരുമാനിച്ചാൽ ഇനി ഒന്നേന്ന് ഫ്രഷ് ബില്ല് സ്റ്റാർട്ടാക്കണം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ പറയുന്നത് പറഞ്ഞാൽ ഫാമേഴ്സ് അഗിറ്റേഷൻ, ഒരു ഫാമറിൻ്റെ അഗിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദി ലോ, അവിടെ എന്ത് പ്രോബ്ലം, അതായത് സെൻട്രാലിറ്റി ഓഫ് ദി പാർലമെൻറ്റ് ലെജിസ്ലേറ്റീവ് പ്രോസസ് ഇൻ ഓൾ ഡിമെൻഷൻസ് ഷുഡ് നോട്ട് ബി ലോസ് സൈറ്റ് ഓഫ്. പാർലമെൻറ്റിന് ഇതിൻ്റെ മേലുള്ള പവർ എന്താണെന്നുള്ളതാണ് ശരിക്കും ഇവിടെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. വൺസ് ദ കോർട്ട് ഡിസൈഡ് ദ ലീഗാലിറ്റി or constitutionality of a law, the political and legislative aspects of the issue will have to be dealt with only by parliament. അതായത് നമുക്കറിയാം സോ
സോ അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പാർലമെൻറ്റ് സെൻട്രാലിറ്റിയാണ്. പാർലമെൻറ്റിന് എന്തുമാത്രം പവറുണ്ട് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ലെജിസ്ലേറ്റീവ് പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് വരുമ്പോൾ അവിടെ ഡിസൈഡ് ചെയ്യുന്ന പാർലമെൻറ്റാണ്, അത് കോർട്ടല്ല. സോ പാർലമെൻറ്റ് ആൻഡ് സിസ്റ്റം alone can produce a satisfactory solution, and the only condition is that government which is accountable to parliament should be genuinely demonstrated faith in those system. അതായത് നമ്മൾ പാർലമെൻറ്റിൽ ഫെയ്ത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ അതിൻ്റെ ഫെയ്ത്ത് കറക്റ്റായിട്ട് ജെനുവിനായിട്ട് എന്ത് ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് അമേസിങ്. നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കേസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2 ആർട്ടിക്കിൾ 100, 122, 107 3 ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതായത് റെക്കോർഡിംഗ് ഓഫ് വോട്ട്സിനാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. വോട്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതിനാണ് ഡിവിഷൻ. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വോയിസ് വോട്ടിലാണ് ഇത് പാസ്സായത്. വോയിസ് വോട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത വോട്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാത്ത വോട്ട് പ്രകാരം പാസ്സായ ബില്ല് ആക്ട് അതിപ്പോഴും ഒരു ബില്ലായിട്ട് തന്നെ തുടരുകയാണ്. ഓക്കെ, ബില്ല് പാർലമെൻറ്റിൽ പാസ്സായാൽ മാത്രമേ ആക്ട് ആവൂ. ഓക്കെ, സോ അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ മീഡിയേറ്റിംഗ് ദ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഇസ് ഡിഫിക്കൽട്ട് ടെറൈൻ. അത് നമുക്കറിയാം. ഇത് നിങ്ങൾക്കിപ്പോൾ സോ ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ ഒരുപാട് ആക്ട് നിങ്ങൾക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി കൂടെ വായിച്ച് നിങ്ങൾ ഓവറായിട്ട് വായിക്കണം എന്നില്ല. ഓക്കെ, കാരണം ഇതിൽ ഫുൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, നമ്മുടെ ഇഷ്യൂസാണ് പറയുന്നത്. ചുമ്മാ നമ്മൾ ഇഷ്യൂസ് നോക്കരുത്, നമുക്ക് സൊല്യൂഷൻ കൂടെ തരുന്ന രീതിയിലെല്ലാം നോക്കാം. ഓക്കെ, സോ ഇത് വേണമെങ്കിൽ വായിക്കാം കേട്ടോ. ഇത് വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ ഞാനത് പോയിൻ്റ് വൈസ് ആയിട്ട് PDF ഇട്ടേക്കാം. അപ്പോൾ എനിവേസ് ഞാൻ ഇന്നൊരു PDF ഇട്ടേക്കാം. ബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ വാക്സിൻസ്, ഇത് വേണം കേട്ടോ, ഇത് വായിച്ചു വെക്കാം. അതുപോലെ തന്നെ എനിവേസ് ബാക്കി നാളെ ഞാനിടാം. എനിവേസ് അപ്പോൾ ഇത്രയും നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇനി വേറൊരു ന്യൂസ് ഉണ്ടോ നോക്കട്ടെ. 7 new faces വേണ്ട. കേരള ഫയൽസ് അപ്പീൽ ഇൻ SC, അത് വേണ്ട. ലോൺ ആപ്സ്, ചൈനീസ് ആപ്പുകളാണ് കേട്ടോ ഈ ലോണുകളെല്ലാം കൊണ്ടുപോകുന്നത്. ഞാനിതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാസ് റീഓപ്പൺ, അത് വേണ്ട. നോ കോൺസ്പിറസി ഇൻ ഡിസെപ്രഷൻ, ഇത് വേണ്ട. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. CCS അപ്രൂവ്സ് 83 തേജസ് ഫൈറ്റേഴ്സ്. ഈ ഡിഫൻസിൽ വരുന്നത് ഈ തേജസ് എന്താണെന്ന് നോക്കുക. തേജസ് എന്താണ് ചെയ്യുന്നത്, അതായത് തേജസ് എന്താണ്, ഇൻഡിജീനിയസ് ഡിഫൻസ് ഡീലർ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി എന്താണെന്ന് നോക്കുക. അതുപോലെ തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റാണ്, HAL ആണ് അത് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് എന്താണെന്ന് നോക്കുക, അതിൻ്റെ റേഡൊക്കെ നോക്കുക. ഓക്കെ, സോ എനിവേസ് താങ്ക് യു ഫോർ ലിസണിങ്. ബാക്കി ഞാൻ PDF ആയിട്ട് ഞാൻ